ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞു, ഞാൻ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ധ്യാനം ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലെ ചിന്തകൾ അടങ്ങുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിലുള്ള കപ്പിൽ ചായ ഒഴിച്ചുകൊണ്ടിരുന്നു. കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് കണ്ട വിദ്യാർത്ഥി ഗുരുവിനോട് പറഞ്ഞു, ചായ പുറത്തേക്ക് ഒഴുകുകയാണോ? ഗുരു പറഞ്ഞു, ഇതേപോലെയാണ്. നിൻ്റെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാവുമ്പോൾ ജ്ഞാനം നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. ജ്ഞാനമില്ലാത്തത് കൊണ്ടോ നിനക്ക് സമാധാനപ്പെടാൻ കഴിയില്ല. ഇപ്പം ചിന്തകൾ അടങ്ങണം, നിൻ്റെ മനസ്സ് ഒഴിയണം. ആ ജ്ഞാനത്തിൽ നീ ജീവിക്കണം. അങ്ങനെ ആവുമ്പോഴാണോ നിനക്ക് സമാധാനപ്പെടാൻ കഴിയുക. ആ ചിന്തകളെ നീ എതിർക്കരുത്. എത്ര കണ്ട് നീ എതിർക്കുന്നുവോ അത്ര കണ്ട് ആ ചിന്തകൾ നിൻ്റെ ഉള്ളിൽ ശക്തമാകും. അത് നിന്നെ വേദനിപ്പിക്കും. ആ വേദനയിൽ നിനക്ക് സമാധാനപ്പെടാൻ കഴിയില്ല. അപ്പം നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അതിനനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നല്ലത് കേൾക്കുക, നല്ലത് കാണുക, നല്ലത് അറിയുക, നല്ലതിനെ നമ്മൾ അനുഭവിക്കണം. അതുപോലെ നമ്മൾ നിൽക്കുന്ന ഇടം ശാന്തമാവണം, അന്തരീക്ഷം ശാന്തമാവണം, മനസ്സ് ശാന്തമാവണം. അന്തരീക്ഷം അസ്വസ്ഥമാണെങ്കിൽ ആ അസ്വസ്ഥതയിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ആ അന്തരീക്ഷം മനസ്സിനെ സ്വാധീനിക്കും. അവിടെ ചിന്തകളുണ്ടാവും, വികാരങ്ങളുണ്ടാവും. അവിടെ നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല. അപ്പം ആ സമാധാനക്കേട് വരുമ്പോൾ ആ സമാധാനക്കേടിനെ ഒന്ന് ആഴത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ആ സമാധാനക്കേടുണ്ടാക്കുന്നത് ആ അന്തരീക്ഷം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ട്, അവിടെ ചിന്തകൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ആ ചിന്തകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ചിന്തകൾ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അത് അടങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ അടങ്ങലിൽ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും. ആ ഒരുക്കങ്ങൾ നമ്മൾ നമുക്കായിട്ട് നടത്തണം. അതുപോലെ മനസ്സിന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അവിടേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ വെക്കാനാവണം. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൂർണ്ണമായിട്ടും എന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ, മനസ്സ് ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുമെങ്കിൽ അവിടെ സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഓഫീസിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, വീട്ടിലാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ എന്താണ് ഈ നിമിഷം നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പരിശീലനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ നിമിഷം നമുക്ക് സമാധാനപ്പെടാൻ കഴിയും. കാരണം ഉള്ള് എത്ര കണ്ട് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നോ അത്ര കണ്ട് ആണ് നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത്. ആ ഉള്ളിൻ്റെ ഒഴിവിലാണ് ആ ഒരു ശാന്തിയും സമാധാനവും കരുണ, സ്നേഹം, ദയ എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ ഉണർത്താനുള്ള ആ ഒരു സാഹചര്യങ്ങൾ
നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലിൽ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. അങ്ങനെ ഒരുക്കാനും സമാധാനപ്പെടാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ